السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. അറബി ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങളിൽ സുപ്രധാനമായ ഒരു കാര്യമാണ് രണ്ട് സാക്കിന് ഒരുമിച്ച് വരിക എന്നത് ശരിയല്ല, പറ്റുകയില്ല എന്നത്. ഇൽത്തിഖാ ഉസ്സാക്കിനൈൻ, രണ്ട് സുക്കൂൻ നൽകപ്പെട്ട അക്ഷരങ്ങൾ ചേർന്ന് വരിക. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വഖഫ് ചെയ്യുമ്പോൾ രണ്ട് സുക്കൂനുകൾ അടുത്ത് വരാവുന്നതാണ്. ഉദാഹരണമായി റബ്ബിൽ ആലമീന, അവിടെ യാഇന് സുക്കൂനാണ്. യാ ദീർഘാക്ഷരമായ യാഇന് സുക്കൂനാണല്ലോ. എന്നാൽ ആലമീൻ എന്ന് വഖഫ് ചെയ്യുമ്പോൾ യാഇനും സുക്കൂൻ വരുന്നു, ശേഷമുള്ള നൂനിനും സുക്കൂൻ വരുന്നു. ഇങ്ങനെ വരാവുന്നതാണ് വഖഫിൻ്റെ സന്ദർഭത്തിൽ ഇപ്രകാരം സുക്കൂൻ വരാവുന്നതാണ്. ഇത് അലിഫോ വാവോ യാഓ എങ്ങനെയും ആവാം. അർ റഹ്മാൻ, അല്ലമൽ ഖുർആൻ, അവിടെയൊക്കെയും അലിഫും ശേഷം സുക്കൂനും വഖഫിൽ വരുന്നു. ഇത് സഹീഹായ ഹർഫ് അങ്ങനെയും ആവാം. ദീർഘാക്ഷരമല്ലാതെ ഹർഫുൽ മദ്ദല്ലാതെ ശരിയായ ഹർഫും വരും. ഏതുപോലെ വൽ ആസ്ർ, ആസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അവിടെ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്നു. വഖഫാണ് അവിടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് വഖഫിൽ ഇത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി വഖഫിലല്ലാത്ത സന്ദർഭത്തിൽ രണ്ട് സുക്കൂനുകൾ അടുത്ത് വന്നാൽ അതിന് പരിഹാരമായി ഒന്നുകിൽ മദ് നൽകുക, ദീർഘം, അല്ലെങ്കിൽ തഹ്രീക്ക്, ഹറക്കത്ത് നൽകണം, അല്ലെങ്കിൽ ഹദ്ഫ്, ലോപിപ്പിച്ചുകൊണ്ട്, അക്ഷരത്തെ ഒഴിവാക്കിക്കൊണ്ട്, കളഞ്ഞുകൊണ്ട് പരിഹരിക്കേണ്ടതാകുന്നു. എന്താണ് മദ്, എങ്ങനെയാണ് തഹ്രീക്ക്, എങ്ങനെയാണ് ഹദ്ഫ്, ഇതാണ് നമുക്ക് വിശദമായി മനസ്സിലാക്കുവാനുള്ളത്. രണ്ട് സുക്കൂനുകൾ അടുത്ത് വരൽ ഒറ്റ പദത്തിലുണ്ടാവാം, രണ്ട് പദങ്ങളിലോ ഉണ്ടാകാവുന്നതാണ്. ഒറ്റ പദത്തിലും സുക്കൂനുകൾ അടുത്ത് വരാം, രണ്ടെണ്ണം അടുത്ത് വരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പരിഹാരമാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകിൽ മദ് നൽകണം, അല്ലെങ്കിൽ തഹ്രീക്ക്, ഹറക്കത്ത് നൽകിക്കൊണ്ട് അതിനെ പരിഹരിക്കണം. മൂന്നാമത്തെ പരിഹാരമാണ് ഹദ്ഫ് ചെയ്യുക. അപ്പോൾ ഇതിൽ മദ്ദിൻ്റെ ഉദാഹരണമാണ് ഒറ്റപ്പദത്തിൽ രണ്ട് സുക്കൂനുകൾ വരുന്നതിനുള്ള ഉദാഹരണം. അൽ ഹാഖ എന്ന് പറയുക. അവിടെ എന്താ സംഭവിച്ചത്? അൽ ഹാ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള ഖാഫ്, ഹാഖു ഖ, രണ്ട്, ഒരു സാക്കിനായ ഖാഫും പിന്നെ ഫത്ഹുള്ള ഖാഫുമാണ് ചേർന്നുകൊണ്ട് ഷദ്ദുള്ള ഒറ്റ ഖാഫായി നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ അവിടെ ദീർഘം നൽകണം എന്നതാണ് നിയമം. മദ് 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇനി മറ്റൊരു ഉദാഹരണം അൽ ആന, നാം മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ച, അവിടെ എന്താണ്? അലിഫും ശേഷം സാക്കിനായ ലാമും വരുന്നു. അപ്പോൾ അവിടെ ദീർഘം നൽകുക എന്ന നിയമമാണ്. 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അതുപോലെ അത്തോമ്മ വലദ്ദാല്ലീൻ, അവിടെ അലിഫിന് ശേഷം വലദ്ദാൽ എന്ന സാക്കിനായ ലാം ഉച്ചാരണത്തിൽ വരുന്നു. ഇവിടെ ദീർഘിപ്പിച്ചുകൊണ്ട് ഈ ഇൽത്തിഖാഉ സാക്കിനൈൻ എന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പരിഹാരം മദ് നൽകുക എന്നതാണ്. രണ്ടാമത്തേത് ഹദ്ഫ് എന്നതാണ്. ഹദ്ഫ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. തഹ്രീക്ക് നമുക്ക് അടുത്തതായി മനസ്സിലാക്കാം. അപ്പോൾ ഹദ്ഫ് എന്ന് വെച്ചാൽ ദീർഘാക്ഷരവും ശേഷം സാക്കിനും വരുമ്പോൾ ദീർഘാക്ഷരത്തെ കളയുക. ഉദാഹരണമായി സൂറത്തുൻ നംൽ 15 നമുക്ക് കാണാം. സുലൈമാൻ അതുപോലെ ദാവൂദ് അലൈഹിം അസ്സലാത്തു വസ്സലാം രണ്ടുപേരും പറയുന്നു വഖാല, അവർ രണ്ടുപേരും പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അവിടെ നമ്മൾ ഓതേണ്ടത് വഖാല അൽഹംദുലില്ലാഹ്. വഖാല എന്ന അലിഫിനെ കളഞ്ഞു. ഇത് ധാരാളമാണ് ഖുർആനിൽ. ഇദശംസു എന്ന് പറയില്ല, മറിച്ച് ഇദാ എന്ന അലിഫിനെ കളയണം. ഇദശംസു
അപ്പം ഇങ്ങനെ ദീർഘാക്ഷരത്തെ കളയുന്നു. വഅമിലുസ്സാലിഹാത്തി, അമിലൂ എന്ന വാവിനെ കളഞ്ഞുകൊണ്ട് വഅമിലുസ്സാലിഹാത്തി എന്ന് പറയുന്നു. ഇപ്രകാരം ദീർഘാക്ഷരത്തെ കളയുക എന്നതാകുന്നു ഒരു പരിഹാരം. ദീർഘാക്ഷരം എന്നല്ല, അക്ഷരങ്ങളെ ഹദ്ഫ് ചെയ്യുക എന്നതാണ് ഒരു പരിഹാരമായിട്ട് ഉള്ളത്. ഒന്നാമത്തെ പരിഹാരം മദ്, രണ്ടാമത്തേത് ഹദ്ഫ്, മൂന്നാമത്തേത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്.